ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നല്ല ഈസി ആയിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബീഫ് ഉലർത്തിയതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. ബീഫ് ഉലർത്തിയത് അല്ലെങ്കിൽ ബീഫ് ഫ്രൈ എന്നും പറയാം. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് സിമ്പിളായിട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു ബീഫ് ഉലർത്തിയത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ ബീഫ് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു കുക്കറിലാണ് കേട്ടോ ഞാൻ ഇത് ചെയ്യുന്നത്. അപ്പോൾ എല്ലും നെയ്യും ഒക്കെ അടങ്ങിയിട്ടുള്ള നല്ല കഷ്ണങ്ങൾ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നാട്ടിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ വിറകടുപ്പിലൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു മൺചട്ടിയോ ഉരുളിയൊക്കെ വെച്ചിട്ട് വിറകടുപ്പിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. കാരണം നല്ല കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ചെയ്യുന്ന സമയത്ത്. നമുക്ക് പിന്നെ വിറകടുപ്പും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ കുക്കറിലിട്ടിട്ട് ഗ്യാസിൽ തന്നെ ഡയറക്റ്റ് വെക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ നേരത്തെ രീതിയിൽ അരിഞ്ഞിട്ടൊന്നുമല്ല കേട്ടോ, അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ സവാളയാണെന്നുണ്ടെങ്കിൽ ഒരു 3 സവാള ഇട്ട് കൊടുക്കാം. ഇനി കൂടെ തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു വലിയ ബോൾ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. ഒരു റോളറോ കുത്തമ്മയൊക്കെ വെച്ചിട്ട് എങ്കിലേ കൂടുതൽ ടേസ്റ്റ് കിട്ടും. കൂടെ തന്നെ നമുക്കൊരു വലിയ കഷ്ണം ഇഞ്ചി ഒന്ന് ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 6 പച്ചമുളക് ഒന്ന് നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടിയും കുറക്കൊക്കെ വേണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കുറച്ച് കൂടുതലായെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ നാടൻ ടേസ്റ്റ് കിട്ടണമെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1 to 1.25 ടീസ്പൂൺ വരെ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടിയും കുറക്കൊക്കെ വേണം കേട്ടോ. അതുപോലെ തന്നെ ഇനി ഒരു 2 ടേബിൾ സ്പൂൺ നിറയെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കണം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. കുരുമുളക് പൊടി നിങ്ങളുടെ മുളക് പൊടിയുടെ പച്ചമുളകിൻ്റെ ഒക്കെ എരിവിനനുസരിച്ച് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. പൊടികളൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ബീഫിൻ്റെ എല്ലാ ഭാഗത്തും മസാല എത്തുന്ന രീതിയിൽ നല്ലതുപോലെ കുഴച്ചെടുക്കണം. ഈ കുഴക്കുന്ന സമയത്ത് നമ്മൾ ചേർത്ത് കൊടുത്ത സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. എങ്കിലൊന്ന് ബീഫിലേക്ക് നല്ല രീതിയിൽ മസാല പിടിച്ചിട്ട് കൂടുതൽ ടേസ്റ്റി ആയിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഞാനിപ്പോൾ ഒരു ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അഥവാ ചെറുനാരങ്ങ ഇല്ലയെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ എല്ലാവരുടെ വീട്ടിലും തക്കാളി ഉണ്ടാവുമല്ലോ. അങ്ങനെയാണെങ്കിൽ പഴുത്ത തക്കാളി നോക്കിയിട്ട് ഒരു വലിയ തക്കാളിയാണെങ്കിൽ പകുതി തക്കാളി ചേർത്ത് കൊടുക്കാം. ചെറുതാണെങ്കിൽ ഒരു ചെറിയ തക്കാളി ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊരു പുളിപ്പ് ഫ്ലേവറിന് മാത്രമായിട്ട് ചേർത്ത് കൊടുക്കാം. കൂടുതൽ പുളിയൊന്നും വേണ്ട കേട്ടോ. എന്നിട്ട് ഈ പുളിയും ചേർത്തതിന് ശേഷം ഞാൻ നന്നായിട്ട് ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫിൽ ഇപ്പം നന്നായിട്ട് മസാലയൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തന്നെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്കൊരു 20 മിനിറ്റ് ഒന്ന് നന്നായിട്ട് മസാല ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. നിങ്ങൾക്ക് സമയം ഉണ്ട് എന്നുണ്ടെങ്കിൽ 20 മിനിറ്റ് തീർച്ചയായിട്ടും വെക്കണം കേട്ടോ. 20 അല്ലെങ്കിൽ അരമണിക്കൂർ തീർച്ചയായിട്ടും വെക്കണം. അഥവാ പെട്ടെന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് ഒരു 10 മിനിറ്റെങ്കിലും വെക്കണം കേട്ടോ. എങ്കിലേ അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഞാനിവിടെ ഒരു 5-6 വിസിൽ അല്ലെങ്കിൽ 6 വിസിലാണ് ഞാൻ ഇവിടെ അടിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ബീഫിന് നിങ്ങൾക്കറിയാൻ പറ്റുമല്ലോ എത്ര വിസിലാണ് സാധാരണ അടിക്കുന്നതെന്ന്. ആ ഒരു രീതിയിൽ വേവിച്ചെടുക്കണം കേട്ടോ. നമുക്കിവിടെ കിട്ടുന്ന ബീഫ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന ബീഫാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ 5-6 മതിയാവുമെന്ന്. ഇനി നമുക്ക് ഇത് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു 5 വിസിൽ അല്ലെങ്കിൽ 6 വിസിൽ വരുന്നത് വരെ ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ട് എടുക്കാം. ഇപ്പം ഞാനിവിടെ 6 വിസിലടിച്ച് എന്നിട്ട് ഞാൻ പ്രഷർ പോയതിന് ശേഷം കുക്കർ തുറന്നപ്പോൾ നമ്മൾ കണ്ട തീരെ വെള്ളമൊന്നും ഒഴിച്ചില്ലല്ലോ ബീഫിൽ. ഈ ഒരു സമയത്ത് നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാതെ തുറന്ന് തന്നെ വെച്ചിട്ട് മുഴുവനായിട്ട് നമുക്ക് വെള്ളം ഇതിൻ്റെ വറ്റിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ ബീഫ് കണ്ടോ വെള്ളമൊക്കെ വറ്റി നല്ലതുപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വേറൊരു പാൻ വെച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം, ഉലർത്തിയെടുക്കണം.
ഇപ്പോൾ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൽ കുറച്ച് കറിവേപ്പില ഒന്ന് പൊട്ടിച്ചെടുക്കണം. ഇനി ഈ കറിവേപ്പില ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത്, അതായത് അരക്കപ്പ് തേങ്ങാക്കൊത്താണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഞാൻ പ്രത്യേകിച്ച് അളവൊന്നും പറയുന്നില്ല, കാരണം തേങ്ങാക്കൊത്ത് ഒരു ഫ്ലേവറിന് ഇടുന്നതാണെങ്കിലും ചിലർക്ക് കൂടുതൽ കഴിക്കാൻ ഇഷ്ടമുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ എത്രയാണെന്ന് വെച്ചിടുക. കറക്റ്റായിട്ടുള്ള ഒരു അളവൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ഇവിടെ ഒരു അരക്കപ്പാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ തേങ്ങാക്കൊത്ത് നല്ലതുപോലെ മൊരിയാതെ ഒന്ന് ചെറുതായിട്ടൊരു പകുതിയോളം കളറൊന്ന് മാറി കിട്ടുന്നത് വരെ ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഈ തേങ്ങാക്കൊത്ത് അത്യാവശ്യം കളർ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസ് സവാള ഒന്ന് ചേർത്ത് കൊടുക്കണം. നല്ല നേർത്ത രീതിയിൽ കട്ട് ചെയ്യണമെന്നൊന്നുമില്ല, അത്യാവശ്യം കട്ടിയിൽ തന്നെ കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ഈ സവാളയും ഈ തേങ്ങാക്കൊത്തൊക്കെ നന്നായിട്ട് കളറൊക്കെ മാറി നന്നായിട്ടൊന്ന് മൊരിഞ്ഞിട്ട് കിട്ടണം. അതുവരെ നമുക്കൊന്ന് ഇടയ്ക്കിടെ ഒന്ന് ഇളക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ വേവിച്ച് വെച്ച ബീഫിൽ ഉപ്പ് പോരാന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ ഒരു സമയത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബീഫ് തന്നെ നന്നായിട്ട് പിടിച്ചു കിട്ടിക്കോളും. ഇപ്പം നമ്മുടെ സവാളയും തേങ്ങാക്കൊത്തെല്ലാം നന്നായിട്ട് ഫ്രൈ ആയി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ലതുപോലെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് വേവിച്ച് വെച്ച വെള്ളമൊക്കെ വറ്റിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. നമുക്ക് ഇതൊന്ന് നല്ലതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നല്ലതുപോലെ മൊരിയിച്ചെടുക്കണം. ഈ ഒരു സമയത്ത് ഫ്ലെയിമിൻ്റെ കാര്യം കൂടുതൽ ശ്രദ്ധിക്കണം, കാരണം വെള്ളമൊക്കെ വറ്റിച്ചത് കൊണ്ട് പെട്ടെന്ന് അടുക്കിയെടുക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാനിലൊക്കെ വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത്ര വലിയ കെയറിങ് കൊടുക്കണ്ട, എങ്കിലും ഒന്ന് ഫ്ലെയിമിൻ്റെ കാര്യം കൂടുതലൊന്ന് ശ്രദ്ധിക്കണേ. ഒന്ന് ലോ അല്ലെങ്കിൽ ഇടയ്ക്കൊന്ന് മീഡിയം ഫ്ലെയിം ആക്കിയിട്ട് വേണം ഇതൊന്ന് മൊരിച്ച് ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്, എങ്കിലേ ഇത് കൂടുതൽ ടേസ്റ്റ് കിട്ടും. പിന്നെ അടുക്കി പിടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കരിവ് ഫ്ലേവർ ആയിരിക്കും കൂടുതൽ നിൽക്കുക. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഫ്ലെയിമിൻ്റെ കാര്യം. എന്നിട്ട് ഇടയ്ക്കിടെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നല്ലതുപോലെ മൊരിയിച്ചെടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എരിവ് ഉപ്പൊക്കെ കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ കുരുമുളക് പൊടി കൂടുതലായിട്ട് എരിവ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫ് ഉലർത്തിയത് ഇപ്പോൾ 1/4 ഭാഗത്തോളം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാനിപ്പോൾ ഇതിൽ ഒരു 1/2 ടീസ്പൂൺ കൂടി ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഫ്രൈ ആയി കിട്ടുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലും ഉണ്ടാവും, അതുപോലെ തന്നെ കുറച്ചുകൂടി നല്ലൊരു ഫ്ലേവറായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ഇളക്കിയിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് ബാക്കി ഫുള്ള് ഒന്ന് നന്നായിട്ട് മൊരിയിച്ചെടുക്കണം. കുറച്ച് ഞാൻ പറഞ്ഞതുപോലെ അത്യാവശ്യം സമയം എടുക്കും കേട്ടോ. എന്നാലും സമയം എടുത്താലും അതിന് മാത്രമുള്ള റിസൾട്ട് നമുക്കിതിൽ കിട്ടും. അതുകൊണ്ടാണ് നല്ലതുപോലെ ടൈം എടുത്തിട്ട് തന്നെ നല്ല ക്ഷമയോട് കൂടിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. എങ്കിൽ ആ ഒരു നല്ലൊരു നാടൻ ടേസ്റ്റ് തന്നെ കിട്ടും. അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ ബീഫ് ഉലർത്തിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ മൊരിഞ്ഞ് കളറൊക്കെ നല്ലതുപോലെ മാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല നാടൻ ബീഫ് ഉലർത്തിയത് അല്ലെങ്കിൽ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാനുള്ള കാര്യം മറക്കരുതേ. അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കുന്ന ആ ഒരു സമയത്ത് എനിക്ക് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു.